ചതുഷ്കോണ പോരാട്ടം അവസാനിച്ചു. ഇനി വിധി എഴുതുന്നത് കാത്തിരിക്കണം. UDF-ഉം LDF-ഉം NDA-യും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV Anwar അടക്കം സ്ഥാനാർത്ഥികളെല്ലാം ഇഞ്ചോടിഞ്ച് പോരാടുക തന്നെ ചെയ്തു. ആര് വിജയിച്ചാലും അത് ചെറിയ മാർജിനുള്ള ഭൂരിപക്ഷത്തിൽ തന്നെയായിരിക്കുമെന്നതും വ്യക്തമായി. ഇടതുപക്ഷം പുറത്തുവിട്ട കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും M സ്വരാജ് വിജയിക്കുക എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ കണക്കൂട്ടൽ. ഇതേ ആത്മവിശ്വാസം തന്നെ UDF പാളയത്തിലും കൃത്യമായി തന്നെയുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസം തന്നെ ഇപ്പോൾ കോൺഗ്രസിനുള്ളിലെ മറ്റൊരു വിമർശനം ഉയർന്നിരിക്കുകയാണ്. പ്രധാനമായും വിമർശനം ഉയർത്തിയിരിക്കുന്നത് മുൻ KPCC അധ്യക്ഷനും കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായ രമേശ് ചെന്നിത്തലയാണ്. വിമർശനത്തിന് വിധേയപ്പെട്ടിരിക്കുന്നത് യുവ നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവുമാണ്. കൂടാതെ അവരെയൊക്കെ നയിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരായുമുള്ള വിമർശനം ഉയർത്തുന്നുണ്ട് രമേശ് ചെന്നിത്തല. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിലെ യുവ നേതാക്കളായ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ പരോക്ഷ വിമർശനവുമായി മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പരന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കുറെ കൂടി ഗൗരവമായി വിലയിരുത്തുകയും കാണുകയും വേണമെന്നും മുതിർന്ന നേതാവെന്ന നിലയിൽ ചെന്നിത്തല ഉപദേശിച്ചു. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ കുറെ കൂടി സൂക്ഷ്മത ആവശ്യമാണ്. നമ്മുടെ ചെറിയ ഒരു ചലനം പോലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. അതുകൊണ്ട് യുവ നേതാക്കൾ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് ചെന്നിത്തല പറഞ്ഞു. ഷാഫി പറമ്പിലിൻ്റെയും രാഹുലിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തോടുള്ള പ്രതികരണമായിരുന്നു ഇങ്ങനെ. നിലമ്പൂരിൽ ജയിച്ചാലും തോറ്റാലും പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് എന്നൊരു വ്യാഖ്യാനം ഇല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയം ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല. പാർട്ടി പ്രവർത്തകരും ജനങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ വിജയത്തിൽ എല്ലാവരും അവകാശികളാണ്. ഉമ്മൻചാണ്ടിയും താനും 10-18 തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരിടത്തും തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിലമ്പൂരിലെ വിജയം ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും വിജയമായിരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. പാർട്ടിയിൽ സതീശനിസം എന്നൊരു ഇസമില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതുകൊണ്ട് അവരുടെ എല്ലാ നിലപാടുകളോടും യോജിക്കുന്നു എന്നൊരു അർത്ഥമില്ല. നിലമ്പൂരിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത വിധം മുസ്ലിം ലീഗ് താഴെത്തട്ടിൽ പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പാണിതെന്നും വിജയം ഉറപ്പാണെന്നും ചെന്നിത്തല പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരിശോധനയ്ക്കിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പോലീസുകാരോട് മോശമായി പെരുമാറിയെന്നത് നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചതായും വാർത്തകൾ വന്നിരുന്നു. അൻവറുമായി പാതിരാത്രി ചർച്ചയ്ക്ക് പോയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവൃത്തിക്കെതിരെയും നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 73.26% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.23 ആയിരുന്നു പോളിംഗ് ശതമാനം. അന്ന് 2700 വോട്ടിനാണ് PV Anwar വിജയിച്ചത്. രാഷ്ട്രീയ കേരളം ഒന്നാകെ തമ്പടിച്ച് പ്രചരണം നടത്തിയതിൻ്റെ ആവേശമായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഇന്ധനം. വോട്ടെടുപ്പ് ദിനത്തിൽ മഴയൊഴിച്ചു നിന്നാൽ പോളിംഗ് ഉജ്ജ്വലമായിരുന്നു. തുടക്കം മുതൽ ബൂത്തുകളിൽ ആൾത്തിരക്കുണ്ടായിരുന്നു. നേരിയ സംഘർഷങ്ങളല്ലാതെ കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആദിവാസികളും വലിയ ഉത്സാഹത്തോടെ പങ്കെടുത്തു. സ്ഥാനാർത്ഥികളെല്ലാം ഉച്ചയ്ക്ക് മുൻപ് തന്നെ വോട്ട് ചെയ്തു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മുൻ DCC പ്രസിഡന്റ് അന്തരിച്ച VV പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് ചെയ്യാൻ എത്താതിരുന്നത് അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചു. എന്നാൽ വൈകിട്ടോടെ അവർ വോട്ട് ചെയ്യാനെത്തി. ഉച്ചയ്ക്ക് 1 മണിയോടെ 45% പോളിംഗ് ഉണ്ടായി. 5 മണിയായപ്പോൾ അത് 70 കടന്നു. 2 ദിവസം ഇനി രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണുകൾ ആകാംക്ഷയോടെ നിലമ്പൂരിലെ വോട്ടുപെട്ടിയിലേക്ക് കേന്ദ്രീകരിക്കും. 23-ന് രാവിലെ 7-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് അവസാനിച്ച തൊട്ടു പിന്നാലെ കോൺഗ്രസിൽ ഉയർന്നിട്ടുള്ള ഈ വിമർശനം ഇനി തെരഞ്ഞെടുപ്പിൽ പരാജയം കൂടി കോൺഗ്രസിന് സംഭവിക്കുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലേക്ക് വഴിതെളിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം യുവ നേതാക്കന്മാർ അവരുടേതായുള്ള പങ്കും അവരുടേതായ ഇടങ്ങളും തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമാക്കിയിരുന്നു. ഇത്തവണയും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും അടങ്ങുന്ന ഒരു വലിയ യുവനിര ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിനു വേണ്ടി കളത്തിലിറങ്ങി പ്രവർത്തിക്കുക തന്നെ ചെയ്തിരുന്നു. എന്നാൽ കുറച്ചുകൂടി പക്വതയോടുകൂടി പെരുമാറണമെന്നുള്ള രമേശ് ചെന്നിത്തലയുടെ വിമർശനം കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും തന്നെയാണ്.